ഏജ് ഹോം എന്ന് പറയുമ്പോഴും ഞാൻ അതിനെക്കുറിച്ചൊരു എൻ്റെ ഒരു ഒറിജിനൽ തോട്ട് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഈ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡെത്തും ഡിസീസുമാണ്. കൂടെയുള്ളവർ വയ്യാതെയാവുന്നു, കൂടെയുള്ളവർ മരിക്കുന്നു, ഇത് ചർച്ച ചെയ്ത് കുറച്ച് ദിവസം കഴിച്ചു കൂട്ടുന്നു. അപ്പോഴേക്കും അടുത്ത ആൾ നിസ്വാർത്ഥ സേവനങ്ങൾ നൽകിക്കൊണ്ട് പ്രകൃതിയിൽ നിന്ന് ഭൂമിയുടെ ഉപ്പാകുന്ന സമൂഹത്തിന്റെ നല്ലൊരു ഭാഗമാകുന്ന ഒരുപാട് പേരുടെ പ്രയത്നങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ ചില നല്ല വശങ്ങളെ അല്ലെങ്കിൽ ദോഷവശങ്ങളാകാവുന്ന ചില കാര്യങ്ങളെ നല്ല വശങ്ങളാക്കി മാറ്റിയെടുക്കാൻ NGOകൾ നൽകുന്ന സേവനങ്ങൾ ചെറുതല്ല. ഹലോ റേഡിയോയുടെ ലിസണേഴ്സിന് ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മ എന്ന സാമൂഹിക സേവന സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടാണ്. അറിയിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആത്മ ഫൗണ്ടേഷൻ ഡയറക്ടർ റെസ്പെക്റ്റഡ് CK സുരേഷ് സാറാണ്. സുരേഷ് സാർ, സ്വാഗതം. നമസ്കാരം. 10-16 വർഷങ്ങളോളമായി സമൂഹത്തിന്റെ ജീവനുള്ള നാഡികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിസ്വാർത്ഥമായിട്ട് സേവനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് പേർക്ക് ജീവനും ജീവിതവുമായി മാറുകയാണ്. ആത്മ എന്ന ഫൗണ്ടേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ സർ? ആത്മ ഫൗണ്ടേഷൻ 2006 മെയ് 8 തുടങ്ങി വെച്ച ഒരു സംരംഭമാണ്. ഒരു സംഘടന എന്നതിനേക്കാൾ അതിനെ ഒരു പ്ലാറ്റ്ഫോമായി വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞങ്ങളുടെ സ്ട്രെങ്ത് വളണ്ടിയേഴ്സാണ്. ഏതെങ്കിലും സമൂഹത്തിനോടുള്ളൊരു കടപ്പാട് അത് നിർവഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സന്നദ്ധതയുള്ള കുറച്ച് ആളുകളുടെ കൂട്ടായ്മയായിട്ടാണ് നമ്മൾ തുടങ്ങി. അപ്പോൾ അവിടെ ഞങ്ങൾ പറയും, നമ്മളെ സംബന്ധിച്ച സാമൂഹ്യ സേവനം ഒരു ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബാധ്യത തീർക്കലോ അല്ല. ഒരു തരത്തിൽ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു നന്ദി പ്രകടനമാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയും. അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് നമ്മളുടെ ബ്ലെസ്സിങ്സ് നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമ്മളുടെ സഹായം അർഹിക്കുന്ന ആവശ്യമുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരു പക്ഷേ ദൈവമുണ്ടെങ്കിൽ ദൈവം നമ്മളിലൂടെ അതിനുള്ളൊരു അവസരം ഒരുക്കുന്നു എന്നാണ് ആത്മ കരുതുന്നത്. 2006 തുടങ്ങി ചിലപ്പോൾ 2-3 ആളുകളുടെ ഒരു തുടക്കമായിരിക്കും. ഇപ്പോൾ ധാരാളം പേര് ചേർന്ന ഒരു 12 പ്രോജക്റ്റുകൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ആത്മ വളർന്നതും ഈ വളണ്ടിയേഴ്സിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത്, അപ്പോൾ നല്ല മനസ്സുള്ള ആളുകളുടെ, നേരത്തെ സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, പലപ്പോഴും ആളുകൾ ദൈവത്തെ ശപിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാം നല്ലതിനെ വരുത്തി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ട് മനുഷ്യരാണ് കടന്നു വരുന്നത്. അതിൽ തന്നെ ഇത്രയും വളണ്ടിയേഴ്സ് ഇതിലേക്ക് ജോയിൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാമോ സർ? എന്തൊക്കെയാണ് ആത്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടികളുടെ ഹോമുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി. പക്ഷേ നമ്മളതൊരു ഫുഡ് ആൻഡ് ഷെൽട്ടർ കൊടുക്കുന്നൊരു പ്രസ്ഥാനമായിട്ടല്ല ഞങ്ങൾ കൺസീവ് ചെയ്തത്. എന്തുകൊണ്ട് ആ കുട്ടികൾക്ക് അർഹതപ്പെട്ട വിദ്യാഭ്യാസം നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച അവസരങ്ങൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ കടന്നുപോയ 84-ലധികം കുട്ടികൾ നോക്കുന്ന സമയത്ത് അതിൽ മിക്കവാറും എല്ലാവരും തന്നെ സീനിയേഴ്സായിട്ടുള്ള എല്ലാ കുട്ടികളും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിലോ ചെന്ന് എത്തിപ്പെടുന്നൊരു സന്തോഷം നമുക്കതിലൂടെ ആസ്വദിക്കാൻ കഴിഞ്ഞു. അതൊരു പ്രവർത്തനമാണ്. പിന്നെ നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കൗൺസിലിങ്ങിലൂടെയാണ്. ഇത് കൗൺസിലിങ്ങും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം സാധാരണ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതായത് മനോരോഗ ചികിത്സയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ലേബലിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാർമണി കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അവനവൻ്റെ സാധ്യതകളെ ഒന്ന് തൊട്ടുണർത്താനുള്ള സഹായം മാത്രമേ കൗൺസിലർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അവരെ നമ്മൾ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫാമിലി കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്. അക്കാഡമിക് കൗൺസിലിംഗ് അവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികൾ, അവരെ പലപ്പോഴും വികൃതികളായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത കുട്ടികളായിട്ട് നമ്മൾ മാറ്റിയിരുത്താൻ പറ്റും. അങ്ങനെയല്ല, അവരെ സംബന്ധിച്ച് ഒരു ജെന്യുവൻ ഡിഫിക്കൽറ്റി ഉണ്ട്. അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികളെ നമുക്ക് പഠനത്തിൻ്റെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്കവിടെ ഉണ്ട്. അതേപോലെ യോഗ ഒരു വ്യായാമമുറ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഒരു തെറാപ്പി ആയിട്ട് പോലും ഉപയോഗിക്കാവുന്ന യോഗ സെൻറ്റർ നമുക്കുണ്ട്. കലാക്ഷേത്രം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പഠിച്ചരങ്ങേറാൻ മാത്രമല്ല, മുതിർന്ന ആളുകൾക്കും മധ്യവയസ്സിലും അതിന് ശേഷമൊക്കെ ഈ ആർട്ട് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ സാന്ത്വനമാവുന്നത് എന്നുള്ള പരീക്ഷണങ്ങളും കൂടി നടത്തുന്നതാണ് ആത്മ കലാക്ഷേത്രമുണ്ട്. ഒരു ഡിജിറ്റൽ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് സെൻറ്റർ, ഒരു ബസ് നമ്മൾ അതിനുവേണ്ടി ഒരുക്കി. അവിടെ കമ്പ്യൂട്ടറുകൾ സെറ്റ് ചെയ്തു.
ഓരോ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഏരിയയിലോ പോയിട്ട് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കമ്പ്യൂട്ടർ സൗകര്യം ഇല്ലാത്ത ചില സ്കൂളുകളിൽ, UP സ്കൂളിലും മറ്റും പോയിട്ട് കുട്ടികൾക്ക് അത് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം. അതുപോലെ അവിടെ ഒരു സ്റ്റാൻഡ് അലോൺ സെൻറ്ററും ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് സെൻറ്റർ എന്ന് പറയും. ഇപ്പോൾ പൈസ കിട്ടുന്ന ആളുകൾ പോലും അത് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കടക്കാരാവാനായിട്ട് വലിയ താമസമൊന്നുമില്ല. അല്ലെങ്കിൽ പൈസയോട് ആർത്തി കൂടുന്ന സമയത്ത് ഏത് അപകടങ്ങളിലേക്കും ചെല്ലുന്ന ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം, അങ്ങനെ ഒരു സെൻറ്റർ നമുക്കുണ്ട്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ ഫീൽഡിൽ നമ്മളൊരു ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഫാമിലി റിലേഷൻഷിപ്സ്, അതുപോലെ ഇമോഷണൽ എംപവർമെൻറ്റ്, എൻ്റെ ഇമോഷൻസ് എൻ്റെ ചുമതലയിൽ എൻ്റെ ഉത്തരവാദിത്വമായിട്ട് കൊണ്ടു നടക്കാനുള്ള പരിശീലന പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. ധാരാളം ക്യാമ്പുകൾ, വർക്ക്ഷോപ്സ്, ഇതൊക്കെ ആത്മയുടെ ഒരു റെഗുലർ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതായത് നമ്മൾ ഒരിക്കലും തുടങ്ങിയിടത്ത് നിൽക്കുകയല്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വളരെ വിശാലമായിട്ട് ഒരു നല്ല ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്, ഇങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇത് ആരംഭിക്കാനും ജനോപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും ജനത്തെ നയിക്കുവാനും ഒരു പ്രചോദനം ഞാൻ മനസ്സിലാക്കുന്നത് സാറിന് തന്നെയാണ് ഉണ്ടായിരുന്നത്. CK സുരേഷ് സാറാണ് അതിൻ്റെ ഫൗണ്ടറും ഇപ്പോൾ ഡയറക്ടറും. എങ്ങനെയാണ് സാർ അങ്ങനെ ഒരു ചിന്ത? എല്ലാവരും ഇത്രയും സ്വാർത്ഥരായിരിക്കുകയും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, സ്വന്തം കുടുംബം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്ത് നിന്ന് കൂടുതൽ വിശാലമായിട്ട് തിങ്ക് ചെയ്യാൻ സാറിന് എന്ത് അനുഭവമാണ് ജീവിതത്തിൽ ഉണ്ടായത്? നമ്മളിപ്പോൾ ലോകത്തിനെ കുറ്റം പറയില്ല, എല്ലാവരും സ്വാർത്ഥരാന്ന് പറയും. എല്ലാവരും സ്വാർത്ഥരാണെങ്കിൽ ലോകം എത്ര ഭംഗിയായിട്ട് നിലനിൽക്കില്ല, പോവില്ല. ഉണ്ട്. അപ്പോൾ നമ്മളും കണ്ണു തുറന്ന് നോക്കിയാൽ ധാരാളം നല്ല ആളുകൾ, സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന, അത് നമ്മുടെ ചുറ്റും കാണാൻ കഴിയും. അവരുടെ കമ്പാഷനാണ് ശരിക്കും ലോകത്തിനെ നിലനിർത്തുന്നത്. അപ്പോൾ 2 ഘടകങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ ആലോചിച്ചത്. ഒന്ന് സ്വയം ശാക്തീകരണമാണ്, എംപവർ. അപ്പം നമ്മൾ എംപവേർഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആർത്തി കുറയും. കാരണം എനിക്ക് ഓൾറെഡി ഞാൻ തൃപ്തനാണെങ്കിൽ പിന്നെ എനിക്ക് ആർത്തി കുറയ്ക്കാമല്ലോ. അപ്പോൾ ആ എംപവർമെൻറ്റ്, അതുപോലെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉത്തരവാദിത്തമാണ് കമ്പാഷനേറ്റ് ആയിട്ട് മറ്റുള്ളവരോട് ഇടപഴകുക എന്നുള്ളത്. അതൊരു പക്ഷേ ഞാൻ പഠിച്ചത് സ്വാമി ചിന്മയാനന്ദനിൽ നിന്നൊക്കെയാവും. അദ്ദേഹം ഒരു പക്ഷേ ഗീത പഠിച്ചിട്ട് ഹിമാലയത്തിൽ ഇരിക്കേണ്ട ഒരാൾ നാട്ടിലിറങ്ങിയിട്ട് ജീവിത അവസാനം വരെ അങ്ങനെയുള്ള ഇത് നടക്കും. അതുപോലെ ധാരാളം നല്ല ആളുകളെ കാണാനൊരു ഭാഗ്യമുണ്ടായി. അതായിരിക്കാം ഒരുപക്ഷെ പിന്നീട് എൻ്റെ ജീവിതത്തിന്റെ വഴി നിർണ്ണയിച്ചത്. ഉത്തുംഗ ശൃംഗത്തിലേക്ക് നമ്മൾ ചെന്നെത്താൻ ശ്രമിക്കും തോറും ഏറ്റവും അടിത്തട്ടിലാണ് ഇതിന്റെ ഒരു ശാന്തി, സമാധാനം എന്നുള്ളൊരു തിരിച്ചറിവാണ്. ഈ ഒരു ആശയത്തെ എങ്ങനെയാണ് സാറിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? അതിനോട് എത്രത്തോളം താങ്കൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്? അതോ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല ഹൃദയങ്ങളെ പെട്ടെന്ന് കണ്ടുമുട്ടുകയാണോ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ധാരാളം ആളുകള് നമ്മളൊരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സത്യസന്ധതയുടെ മനസ്സ് പുറത്തേക്ക് എടുത്താൽ നമ്മളോട് കണക്ട് ചെയ്യാൻ ധാരാളം പേരുണ്ടായിരിക്കും. പലർക്കും വിശ്വാസമില്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു 2-3 ഒക്കെ മുഖങ്ങളാണല്ലോ ആളുകൾക്ക്. അപ്പൊ ഇയാൾ പറയുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ വലിയ മതിപ്പുണ്ട്. നമ്മൾ പലപ്പോഴും അവരെ ചിലപ്പോൾ വല്ല നേതാക്കന്മാരായിട്ടോ അല്ലെങ്കിൽ ആൾദൈവങ്ങളായിട്ടൊക്കെ പറയും. അങ്ങനെയല്ല, പലതരത്തിലും ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകൾ മറ്റുള്ളവർക്കൊരു ഒരു സമാധാനം നൽകുന്ന ഒരു രീതി. അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ സുതാര്യമായിട്ട് നടക്കുന്നു എന്നൊരു വലിയ ചിന്ത അവരിലേക്ക് വരുന്നു. അപ്പോൾ ചിന്മയാനന്ദ സ്വാമി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി സെൽഫിഷ്, ബി അട്ടർലി സെൽഫിഷ് എന്ന് പറയും. നിങ്ങളുടെ സെൽഫിനെ എക്സ്പാൻഡ് ചെയ്യുക, മറ്റുള്ളവരെ കൂടി നിങ്ങളുടെ സെൽഫിലേക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അതാണ് കമ്പാഷൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ ഞാൻ ഈ പ്രവർത്തനമായിട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാൻ തോന്നിയിട്ടില്ല. ധാരാളം ആളുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, എല്ലാവരും ചെയ്യണമെന്നല്ല, പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതിൽ പങ്കാളികളാക്കാനൊക്കെ അങ്ങനെ ഉണ്ടാവും. തുടക്കം മുതലുള്ള പ്രവർത്തനം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴും എനിക്ക് തോന്നി ഇതെല്ലായിടത്തും ഒരു ടീം വർക്ക്, നമ്മൾ പറയുന്ന ആധുനിക ഭാഷയിൽ പറയുന്നൊരു കൂട്ടുചേരലിൻ്റെ വിജയമാണ്. കണ്ണിച്ചേരുന്നുണ്ട് ആളുകൾ കൂട്ടമായിട്ട് ഓരോ സമയത്തും ഓരോ കാര്യങ്ങളുമായിട്ട്, അല്ലേ? ഇന്ന് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്നാണ് അങ്ങയുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പല വ്യത്യസ്തങ്ങളാണ്, വിവിധങ്ങളാണെന്നുണ്ടെങ്കിലും പൊതുവിൽ നമ്മളൊരു ശരാശരി മലയാളി എടുത്തു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ അവൻ്റെ പ്രശ്നം? എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും എവിടെയാണ് നമ്മുടെ പ്രശ്നം? മലയാളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രിറ്റി ഇല്ലായ്മ തന്നെയാണ്. സ്വയം തിരിച്ചറിയുന്നില്ല, നമ്മുടെ സാധ്യതകളെ തിരിച്ചറിയുന്നില്ല, നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷത്തിനെ തിരിച്ചറിയുന്നില്ല. സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ അടുത്ത കാലത്തുള്ളൊരു ഫിനോമിനൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒക്കെ ഇൻക്രീസാണ്. ഇപ്പം ഞങ്ങൾ തന്നെ ഡൊമസ്റ്റിക് വയലൻസിന് അങ്ങനെ വിധേയരാവുന്ന സ്ത്രീകളെ സഹായിക്കുന്നൊരു സെൻറ്റർ നമ്മൾ നടത്തുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയാണ്, സർവീസ് പ്രൊവൈഡിങ് സെൻറ്റർ നമ്മൾ. ഇപ്പം എവിടെ നോക്കിയാലും ഏത് മുമ്പ് പവിത്രമായിട്ട് കരുതിയിരുന്ന ബന്ധങ്ങളിലും അക്രമം കടന്നു വരുന്നൊരു സീൻ നമ്മൾ കാണുന്നുണ്ട്.
ഇന്നിപ്പോൾ ഐ ലവ് യു എന്ന് പറയുന്ന ഒരാളോട് നാളെ ഐ ഹേറ്റ് യു എന്ന് പറയാനും അയാളുടെ അടുത്തേക്ക് ആസിഡും പെട്രോളും കൊണ്ടുപോകാനും നമുക്ക് മടിയില്ല. ഓമനിച്ച് വളർത്തിയ മക്കളും അമ്മയും അച്ഛനും ഒക്കെ തമ്മിൽ അക്രമത്തിൻ്റെ ഭാഷ നമ്മൾ ഓരോ ദിവസം പത്രത്തിൽ വായിക്കുകയാണ്. അപ്പോൾ പുറത്ത് നടക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ അക്രമം വീടിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ആ അക്രമങ്ങൾ മുഴുവൻ ഉണ്ടാവുന്ന മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ്. ആദ്യം അമ്മയെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയാണല്ലോ പിന്നീട് അത് അക്രമമായിട്ട് മാറുന്നത്. ഇന്ന് മലയാളിയുടെ ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ശാന്തത ഇല്ലായ്മയും അവരുടെ ചിന്തകളുടെ ഡയറക്ഷൻ്റെ തെറ്റുമാണ്. ശരി, ആർത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തമാക്കാനുള്ള ഒരു സംഗതി എത്ര അനുഭവിച്ചാൽ അല്ലെങ്കിൽ എത്ര കിട്ടിയാലും പോരാത്ത ഒരു മനസ്സ്, അത് അതൃപ്തിയുടെ മനസ്സാണ്. അതിൽ നിന്ന് സംതൃപ്തിയുടെ മനസ്സിലേക്ക് മാറാൻ കഴിഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നമുക്കുള്ളതൊക്കെ കൂടി ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഒന്നുമില്ലാതാവുകയും മറ്റുള്ളവരുടെ സ്വന്തമാക്കാൻ തോന്നുകയും ചെയ്യുന്ന വലിയൊരു സ്വാർത്ഥത കടന്നു വരുന്നത് നമ്മളിൽ തന്നെ തൃപ്തി കണ്ടെത്താനാകാത്ത വിധം നമ്മൾ മാറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഇനി അങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പേഴ്സണൽ റിവെഞ്ചിലേക്കോ ഒക്കെ തന്നെ പോകാതിരിക്കണമെങ്കിൽ നമ്മളിത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സമ്പർക്കപ്പെടുകയാണോ അതോ അവർ നമ്മളെ തേടി വരികയാണോ സർ ചെയ്യുന്നത്? രണ്ട് തരത്തിലും സംഭവിക്കാം. ഇപ്പം നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നത് പൊതു രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് സ്വയം ശാക്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇപ്പം ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ പോലെ തന്നെ ഞങ്ങൾ പറയാറുള്ളതാണ് ഹാപ്പിയർ റിലേഷൻഷിപ്പ്, ഹാപ്പിയർ ലൈഫ് ത്രൂ ഹെൽത്തിയർ റിലേഷൻഷിപ്സ്. ആരോഗ്യകരമായ മനുഷ്യൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ സങ്കടത്തിൻ്റെ അവസ്ഥയായിരിക്കും. പക്ഷേ ഇപ്പോൾ വീടുകളിൽ എല്ലാവരും ഉള്ളപ്പോഴും ഓരോരുത്തരും ഒറ്റപ്പെട്ടു എന്ന് ഫീൽ ചെയ്ത് ജീവിക്കാം. അപ്പോൾ ആ ക്യാമ്പയിൻസിലൂടെയാണ് പലരും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അവർക്ക് തോന്നും ശരിയാണല്ലോ, എനിക്കും ഇതിലും മെച്ചപ്പെടാൻ കഴിയുമല്ലോ. അങ്ങനെയാണ് അവർ പലപ്പോഴും നമ്മളെ തേടി വരിക. പിന്നീട് വരുന്ന ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിച്ച് അവരുടെ മാറ്റത്തിലൂടെ അങ്ങനെ ഒരു ശൃംഖല പോലെ വളർന്നു വരുന്ന സംഗതികൾ. പിന്നെ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ട്രെയിനറാണ്. ഇപ്പോഴും മുമ്പ് കൂടുതൽ അതാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും അല്ലെങ്കിൽ ഒത്തുചേരലുകളിലായാലും കമ്പനികളിലായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ കൂട്ടായിട്ടുള്ള ഗ്രൂപ്പിനെയാണ് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പോഴും ഞാനൊരു ട്രെയിനിങ്ങിൻ്റെ ചില പഴയ ടിപ്പിക്കൽ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് മനുഷ്യരുടെ ഹൃദയത്തിനോടാണ് സംവദിക്കാൻ ശ്രമിക്കാറുള്ളത്. അതിൻ്റെ റെസ്പോൺസ് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലാണ്. അവിടെയാണ് ശരിക്കും യഥാർത്ഥ മാറ്റം സംഭവിക്കേണ്ടതും അവിടുന്നാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഒടുക്കം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇയർലി അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ക്യാമ്പയിനുകളാണോ നടക്കുന്നത്? അത് സ്കൂൾ കോളേജ് തലങ്ങളിലാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഏത് ഭാഗമായിരിക്കണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നിശ്ചയിക്കുന്ന പോലെയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം. ഇത് പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ടൊക്കെ. പക്ഷെ നമുക്കൊരു ജനറൽ ഡയറക്ഷൻ ഉണ്ട്. ഓരോ മനുഷ്യനും സ്വയം ശാക്തീകരിക്കുക, അവൻ്റെ എംപവർമെന്റ് കമ്പാഷനിലേക്ക് കൊണ്ടുപോവുക. ആ കമ്പാഷൻ സാമൂഹ്യ സംഭാവനയായിട്ട് മാറുക. വാട്ട് യു കോൺട്രിബ്യൂട്ട്, അതാണ് ശരിക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഒരു അളവുകോലായിട്ട് മാറേണ്ടത്. നേടിയതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോണേ. പക്ഷെ നമ്മുടെ കോൺട്രിബ്യൂഷൻ കിട്ടിയ ആളുകൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു തുള്ളി കണ്ണുനീരാണ് ശരിക്കും നമുക്കുള്ള തിലോദകം എന്ന് പറയാം. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളത് ഈ ലോകത്തിലുണ്ട്. ആർത്തി തൃപ്തിപ്പെടുത്താനുള്ളത് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ കുറേ സമ്പാദിച്ചു വെച്ചു എനിക്ക് മാത്രം വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ സമയത്ത് അത് ബാക്കിയുള്ളവരെ പലപ്പോഴും ദുഃഖത്തിലാണ്, അത് വൈരാഗ്യത്തിലേക്ക് മാറും. അങ്ങനെ ഒരു സംഭവം ഞാനും എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തൊരു തിരക്കാണ് ഇവിടെ, എന്തോരം മനുഷ്യരാണ്, എന്തോരം വാഹനങ്ങളാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോഴും ഇപ്പോൾ സുരേഷ് സാർ പറയുന്നത് എത്രയൊക്കെ വന്നാൽ പോലും നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് കണ്ടെത്തുന്നതിലും തൃപ്തിപ്പെടുന്നതിലാണ് നമ്മുടെ ഒരു ചാരിതാർത്ഥ്യം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഇൻറ്റഗ്രിറ്റി നമ്മൾ നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർ അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും തുടർന്ന് നമ്മളോട് സഹകരിക്കുകയും ചെയ്യും. ആത്മയുമായിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നവരാണോ? ആത്മ എങ്ങനെയാണ് ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇത്രയും ഫ്രീ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും സാർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് നല്ല മനുഷ്യരെ നമ്മുടെ കൂടെ ചേർക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർ കൂടെ ചേരുന്നു. ആത്മയിലേക്ക് എങ്ങനെയാണ് സംഭാവനകൾ എത്തുന്നത്? അത് അല്ലെങ്കിൽ അങ്ങനെ CSR ഫണ്ടുണ്ടോ? നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ CSR ഫണ്ടുകൾ ഉപയോഗിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതോ ആത്മീയമായിട്ട് സഹകരിച്ച്
സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുക? ഇത് ഫണ്ട് സോഴ്സ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വ്യക്തികൾ അവരുടെ കയ്യിൽ നിന്ന് എടുക്കും. ഒന്നും ഫ്രീ ആയിട്ട് ഈ ലോകത്ത് കിട്ടില്ല, എല്ലാത്തിനും ഒരു കോസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ സൗജന്യമായിട്ട് ഒരാളെ സഹായിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ സൗജന്യത്തിനെ സ്പോൺസർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒരാളുണ്ട്. അതുകൊണ്ടാണ് ഇത് ധാരാളം വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയും. അവർക്ക് നമ്മളെ വിശ്വാസം വേണം. നമുക്ക് തരുന്ന ₹1 അത് സമൂഹത്തിന് പ്രയോജനപ്പെടുക, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബെനിഫിഷ്യറീസിന് പ്രയോജനപ്പെടുന്നുള്ളതാണ്. CSR ഫണ്ടൊക്കെ ഒരു അവന്യൂ ആണ്. പക്ഷേ പലരും CSR ഫണ്ടിങ് ഏജൻസികളൊക്കെ കേരളം ഒരു വളരെ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണ്, അവിടേക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ വർക്കിന്റെ ഇന്റഗ്രിറ്റി കണ്ടിട്ട് ചെറിയ തോതിലെങ്കിലും പലപ്പോഴും അത്തരത്തിലുള്ള സപ്പോർട്ട് കിട്ടാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ വളണ്ടിയേഴ്സ് തന്നെ ധാരാളം അവരുടെ കയ്യിൽ നിന്നുള്ളതോ സമ്പാദ്യം കൂടി അവർ ചേർത്തിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഫണ്ടിന്റെ സോഴ്സ് വന്നോളുന്നില്ല, വന്നിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. തുടങ്ങുമ്പോൾ ഒരു ₹1000 മാത്രം കയ്യിലുണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ശരാശരി നമുക്ക് ഒരു വർഷം അതിനേക്കാൾ എത്രയോ മടങ്ങ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് നമ്മുടെ അടുത്തുള്ള വിശ്വാസവും ആ റിസോഴ്സസ് ഷെയർ ചെയ്യാനുള്ള അവരുടെ മനസ്സാണ്. അപ്പോൾ വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ദം. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ആ ഒരു നല്ല മനസ്സിൽ നിന്നാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എവിടെയും നമുക്ക് അത് ഒരാൾ കൊടുക്കാനുള്ളപ്പോഴാണ് ഒരാൾക്ക് നമുക്ക് അത് തികച്ചും സൗജന്യമായിട്ടൊക്കെ നൽകാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് 10-11 തീയതികളിലാണല്ലേ, 10-11 ജനുവരി 10-11-12 അല്ലേ, ആദ്യമായിട്ട് ആത്മയുടെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് നടക്കുന്നുണ്ട്. അത് തൃശ്ശൂരിൽ വെച്ചിട്ടാണോ ചേരുന്നത് സർ? അതിലെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എന്താണ് അതിന്റെ പ്രധാന ഉദ്ദേശം വരുന്നത്? അത് തൃശ്ശൂരിൽ വെച്ചാണ് നടക്കുന്നത്. ആത്മ സോഷ്യൽ ഇമ്പാക്ട് കോൺക്ലേവ് എന്നാണ് നമ്മളതിന് പേരിട്ടുള്ളത്. ഒരു പക്ഷേ ഈ രീതിയിലുള്ള ആദ്യത്തെ സംരംഭമാണ്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ CSRനെ കുറിച്ച് അതൊക്കെ ആളുകളുടെ വലിയൊരു കൺസേൺ ആണ്. CSR ഫണ്ട് എവിടെ കിട്ടും? ഏത് NGO ആയാലും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അവിടെയൊക്കെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. CSR നൽകുന്നത് കോർപ്പറേറ്റ് കമ്പനികളാണ്. അവർ അതനുസരിച്ചുള്ള ഗവേണൻസും അതനുസരിച്ചുള്ള മാനേജ്മെന്റും ഒക്കെ നടക്കുന്ന NGOസിനെയാണ് അവർ പലപ്പോഴും നോക്കുക. പിന്നെ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നതും പ്രോപ്പർ നെറ്റ്വർക്കിങ്ങിലൂടെയാണ്. നമ്മൾ കേരളത്തിന്റെ ഇങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. NGOസിനെ സംബന്ധിച്ച് മറ്റൊരു വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ധാരാളം മാറ്റങ്ങൾ അടുത്ത കാലത്ത് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CSR എന്ന് പറയുന്നത് തന്നെ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ പ്രതിഭാസം പോലെയാണ്. അതിൻ്റെ ഒരു സയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ട് നമ്മൾ വേണ്ടത്ര ഉൾക്കൊണ്ടുണ്ടെന്ന് നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. നമ്മളൊരു പ്രോജക്റ്റും ഉണ്ടാക്കിയ കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്, ഇതിന് CSR ഫണ്ട് കിട്ടുമെന്ന്. അങ്ങനെയല്ല, ഓരോ കമ്പനിക്കും ഓരോ CSR പോളിസി ഉണ്ട്. അത് പലപ്പോഴും പബ്ലിഷ്ഡ് ആയിരിക്കും. അവരുടെ മുമ്പിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയും നമ്മുടെ വിസിബിലിറ്റി അവർ ചെക്ക് ചെയ്യും. അത് കൂടുതലാവുന്ന സമയത്താണ് ഇത് ഒരു ചർച്ചയിലേക്ക് പോലും എത്തുക. അപ്പം അങ്ങനെയുള്ള CSR ഫണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് വന്നൊരു ഡെവലപ്മെൻറ്റാണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഇന്ന് കോർപ്പറേറ്റ്സ് ഫണ്ട് റേസ് ചെയ്യുന്നത് പോലെ NGOസിനും വേണമെങ്കിൽ അതേ രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാം. പക്ഷേ അത് സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കും. സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ റൂൾസ് ഒക്കെ നമുക്ക് ബാധകമാണ്. അപ്പോൾ പണ്ടത്തെ പോലെ നമുക്കൊരു ആത്മാർത്ഥമായിട്ട് സാമൂഹ്യ സേവനം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാലും ധാരാളം കംപ്ലയൻസ് റിക്വയർമെന്റ്സ്. നമ്മൾ ഇതിനെയൊക്കെ പഠിക്കാതെ അതിന് വേണ്ടത്ര ഒരു ശ്രമം എടുക്കാതെ ഇതിനെ കുറ്റം പറയാണ്. ഇപ്പോൾ FCRAയുടെ രംഗത്ത് ധാരാളം നിയന്ത്രണങ്ങൾ വന്നു. ഉടനെ നമ്മൾ വേണം ആരോ നമ്മുടെ FCRA ഒക്കെ പിടിച്ചു പറിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഇതിനൊരു സുതാര്യത വേണം, ഇതിൻ്റെ ഒരു കണക്കുകൾ വേണം, അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ NGOs അണവെയറാണ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ റിസോഴ്സസ് അവരുടെ കയ്യിൽ ചെയ്യാനുള്ള ആഗ്രഹം മാത്രമല്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രദ്ധയും കൂടെ, അതിനുള്ള റിസോഴ്സസ് വേണം. ആ പണി അറിയണമല്ലോ. നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട്സ് ആണെങ്കിലും നമ്മൾ പഴയ കുത്തിക്കണക്ക് എഴുതുന്ന പോലെ ഇന്ന് പറ്റില്ല. അത് ടൈം ബൗണ്ട് ആയിട്ട് ഫയൽ ചെയ്യേണ്ടടുത്ത് ഫയൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ആണ് പ്രൊഫഷണലി ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ പല സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പഠിക്കുന്നത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്കും ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക്, അതുപോലെ പാസ്റ്റിൽ നിന്നുള്ള ഡാറ്റയാണ്. പ്രസന്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെയും വേണ്ടത്ര നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പം ഞങ്ങളുടെ ശ്രമം ഈ രണ്ട് കൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുവരാനും ആ രണ്ട് കൂട്ടർക്കും പ്രസന്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. അത് ഏതെങ്കിലും സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പ്രസംഗിച്ച് പോകുന്ന രീതിയിലല്ല. നമ്മളൊരു മാസ്റ്റർ ക്ലാസ്സുകളിലൂടെ ഇവർക്ക് ആവശ്യമുള്ള, ഇപ്പം ഞാനൊരു NGO എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം എന്നെ ബുദ്ധിമുട്ടിച്ച ഘടകങ്ങൾ എന്താണ്, എവിടെയാണ് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഈ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ
ഓർഗനൈസേഷനിലൊക്കെ വരുന്ന ഇന്റേൺസ് അല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റിന് വരുന്ന ഈ കുട്ടികളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവണം അവർ പ്രസന്റിലേക്ക് എത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുക പഴയ കാലത്തിൽ. അതെ, നമ്മളിപ്പോൾ ഒരു 50 പേരെ ഇന്റർവ്യൂ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2-3 പേരെ എടുക്കാൻ അതിൽ ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് NGOസിന് സോഷ്യൽ വർക്കേഴ്സിന് വേണം, സോഷ്യൽ വർക്കേഴ്സിന് NGOയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അപ്പം അതിനൊക്കെ ചേർന്ന രീതിയിലാണ് നമ്മൾ ഈ സോഷ്യൽ ഇമ്പാക്ട് കോൺക്ലേവ് ഡിസൈൻ ചെയ്യുന്നത്. അവിടെ നടക്കുന്ന ചർച്ചകളും എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഇതെന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ ഓരോ സെഷനെ കുറിച്ചും എനിക്ക് ആ പർപ്പസ് പറയാനുണ്ടാവും. വെറുതെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ NGOs ആയാലും സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ആയാലും ഈവൻ അവർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയാലും ഇപ്പൊ അറിയാലോ എല്ലാ സ്ഥലത്തും ഈ സ്വാശ്രയ കോളേജുകൾ കൂടുതൽ വരും. അപ്പൊ പലപ്പോഴും അവിടെ വരുന്ന ടീച്ചേഴ്സും ഇപ്പൊ പാസ്സായ ഒരാൾ അടുത്ത കൊല്ലം ടീച്ചറായിട്ട് വരുന്നു. അവരുടെ ഫീൽഡ് എക്സ്പീരിയൻസ് 0 ആണ്. അപ്പൊ അവർ ചിലപ്പോൾ ഗവൺമെന്റിലെ ഒരു ജോലി അല്ലെങ്കിൽ UK ഒരു കെയറർ എന്നുള്ള ഒരു ജോലി എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുമ്പോൾ ഈ NGOസിന്റെ ഡെവലപ്മെന്റ് പിന്നെ ആരാ ചെയ്യാം? പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ പറയും, NGOസിലും അത് ആവശ്യമാണ്. ആ രീതിയിലുള്ള ചർച്ചകൾ പ്രൊഫഷണലിസം നമുക്ക് ഇവിടെ ആവശ്യമാണ്, കൊണ്ടുവരാൻ പറ്റണം. നമ്മൾ ആത്മാർത്ഥത മാത്രം പോരാ, അതിന്റെ പിന്നാലെ എഫിഷ്യൻസിയും കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ശ്രമം. നമ്മളൊരു ഹാർട്ട് മൈൻഡ് റീഡിംഗ് മാത്രം പോരാ, അതിന്റെ ഒരു എഫിഷ്യൻസിയും കൂടെ നമുക്ക്. പിന്നെ വി ആർ റെസ്പോൺസിബിൾ. ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ മേടിച്ചാൽ ആ 10 രൂപ എങ്ങനെ പോയിന്ന് അറിയാനുള്ള അവകാശം അയാൾക്കില്ലേ? ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതിനെ പ്രോപ്പർ റിപ്പോർട്ടിംഗ് ഫോർമാറ്റിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ട്രെയിനിങ് നമ്മുടെ NGOസിനും കിട്ടണം. ഇപ്പൊ കേരളത്തിന് പുറത്തൊക്കെ ഇത് നടക്കുന്നത് പലപ്പോഴും 5 സ്റ്റാർ ഹോട്ടലുകളിലും ഹൈലി പെയ്ഡ് വർക്ക്ഷോപ്പുകളിലാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ അവിടെ പോകാൻ അവസരം കിട്ടുമ്പോൾ അത് പഠിച്ചു കൊണ്ടുവന്നിട്ട് അതെങ്ങനെ നമുക്ക് നമ്മളുടെ കൂടെയുള്ള ഒരു കണക്ട് ആൻഡ് കൊളാബറേറ്റ് എന്നൊക്കെ ഉള്ള ഒരു ഭാഷ എടുത്തു കഴിഞ്ഞാൽ ഈ NGOസിനൊക്കെ ഒരുമിച്ച് വളരാലോ. നമ്മൾ തമ്മിൽ എന്തിനാ മത്സരിക്കുന്നത്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ എനിക്ക് വർക്കില്ല ഒന്നാണെങ്കിൽ നമുക്ക് ആ വിശ്വാസവും വരണം. ഇപ്പൊ ഞാൻ പലപ്പോഴും ഇപ്പൊ തൃശ്ശൂർ ബേസ്ഡ് ആണ് എന്റെ വർക്കുള്ളത്. മറ്റു പല സ്ഥലത്തും വർക്കുകൾ വരുമ്പോൾ ഞാൻ അവിടുത്തെ NGO ആയിട്ട് ഞാൻ സഹകരിക്കാറുണ്ട്. മുൻപരിചയം ഇല്ലെങ്കിൽ പോലും അവർ നല്ല വർക്കാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എനിക്കൊരു വർക്ക് വരണം, ഓക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെയും ഈ പ്രസന്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോകാവുന്ന രീതിയിൽ ഈ 2 ഗ്രൂപ്പിനെയും കൂട്ടി യോജിപ്പിക്കുകയാണ്. പ്ലസ് ഇവർക്ക് ഗൈഡൻസ് കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ പുറമേ നിന്ന് നല്ല ഫാക്കൽറ്റീസ് വരുന്നുണ്ട്. ഈ ഗവേണൻസ് ആൻഡ് പോളിസി മേക്കേഴ്സ് എന്ന് പറയും. നമ്മൾ ഈ മേഖലയിൽ പോളിസികൾ ഉണ്ടാക്കുന്ന ആളുകൾ ചിലപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പം അതും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളിതിൽ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ നമ്മൾ എത്രത്തോളം ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സാർ? അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെയാണ്? എക്സ്പെക്ടേഷൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഇതായിരിക്കും, കാരണം ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആണ്. പക്ഷെ നമ്മൾ 500-ലധികം പ്രതിനിധികൾ അവിടെ ഉണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് തന്നെ. ഉദാഹരണം ഇപ്പോൾ കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ എന്ന് പറയും ഇന്ത്യയുടെ, അവിടുത്തെ HR മെമ്പറായിട്ടുള്ള ഡോക്ടർ ബാലസുബ്രഹ്മണ്യം, അദ്ദേഹം ഒരു വലിയ NGO റൺ ചെയ്യുന്നെന്ന് മാത്രമല്ല സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ അതോറിറ്റി. എനിക്ക് തോന്നുന്നത് ഈ ഒരു NGOകളുടെ ഒരു സംരംഭത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താവുന്ന ഒരു കോൺക്ലേവ് ആയിരിക്കും. അത് വേണമെന്ന് വിചാരിച്ചാൽ പറ്റും തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ 500 പേരിലും നമുക്ക് ആ ഒരു ഫുൾഫിൽനെസ് പറ്റിയില്ലെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം ആളുകളിലെങ്കിലും ഒരു 90% വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പാസ്റ്റിലേക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ചെറിയ തോതിൽ ഇതിന്റെ മുൻമോടിയായിട്ട് തന്നെ പല സ്ഥലത്തും വർക്ക്ഷോപ്പുകൾ ചെയ്തിരുന്നു. അവിടെ 10-20 NGOs വരികയാണെങ്കിൽ ദേ ഓൾ വാണ്ട് ടു ഡു തിങ്സ് ഇൻ എ ബെറ്റർ മാനർ. പക്ഷെ എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ ഈ ഗൈഡൻസ് കിട്ടുന്ന ആളുകൾ പലപ്പോഴും ഇന്റർമീഡിയറി ഏജൻസീസ്, അവരുടെ ലാഭമായിരിക്കും അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് പഠിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. വോളണ്ടിയേഴ്സ് ആയിട്ട് ആത്മീയമായിട്ട് സഹകരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അതിലേക്ക് നിങ്ങളുമായിട്ട് സമീപിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ എങ്ങനെയാണ് സാർ അതിനെ ഒന്ന്? നമുക്ക് പലതരത്തിലുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. ശരിക്കും നമ്മളുടെ വർക്ക് കണ്ടിട്ട് അതിൽ ഇംപ്രസ്ഡ് ആയിട്ട് വരുന്ന ആളുകളുണ്ടാവും. ഞങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ കൗൺസിലിങ്ങിന് വന്നിട്ട് നമ്മൾ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ വരുന്ന ആളുകളുണ്ടാവും. പിന്നെ ഞങ്ങൾ ആസ് ആൻ ഓർഗനൈസേഷൻ ഈ സ്ത്രീകളുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ധാരാളം പ്രോത്സാഹിപ്പിക്കും. അവർ വളരെ കീ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് ചെയ്യുന്ന ഒരു വേദിയാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് ദേ ഫീൽ അറ്റ് ഹോം. ഒരു ത്രെട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കാര്യങ്ങൾ പ്രൊഫഷണലി ചെയ്യുകയാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ഫാമിലി പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ദാറ്റ് മേക്സ് ദം ഹാപ്പി. ഇന്നിപ്പോൾ ഈ ടെക്നോളജിയുടെയും മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ കാലത്ത് മനുഷ്യരുടെ ആ മനസ്സ് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു പക്ഷേ ഞങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനിയുള്ള കാലത്തിൽ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. നമ്മൾ കുറേയൊക്കെ റോബോട്ടുകളെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാങ്കേതികതയെ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്ത് നമ്മൾ കുറേയും കൂടെ യാന്ത്രികമായിട്ട് മാറുമ്പോഴും തൃപ്തി തോന്നാത്തത് ഈ പറയുന്ന മാനുഷിക മൂല്യങ്ങൾ നമ്മളിലേക്ക് കൂടുതൽ ഇറങ്ങാത്തത് കൊണ്ടാണ്. അത് പറയുമ്പോൾ നമുക്ക് മോശം തോന്നും. ഞാൻ ആദ്യം ഇത് തുടങ്ങുമ്പോൾ NGO ഫോർ റിലേഷൻഷിപ്സ് ആൻഡ് ഇമോഷൻസ് എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്.
അപ്പോൾ പലരും എന്നെ കളിയാക്കി, ഇതിനൊക്കെ ഒരു NGO-ന്റെ ആവശ്യമുണ്ടാവും. പക്ഷെ ഇപ്പൊ അത് കൂടുതൽ തീർച്ചയായിട്ടും അതെ. ആളുകൾ ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ ഇനിയൊരു വരുന്ന ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് ബീറ്റ ബേബി ജനിച്ചിരിക്കുകയാണ്. ഏറ്റവും ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു ബേബിയാണ്. അവരെ ഏറ്റവും കൂടുതൽ ഈ ഗാഡ്ജറ്റുകൾ മുഴുവൻ ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറുന്നതിന്റെ ഇടയിൽ നമ്മളുടെ ഒരു ഓൾഡ് ജനറേഷൻ പോയിക്കൊണ്ടിരിക്കും. പറഞ്ഞാൽ അമ്മയോട് ഞാൻ പുറത്തേക്ക് വരികയാണെന്ന് ഫോൺ വിളിച്ച് ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അതിന് പക്ഷെ എന്നാൽ പിന്നെ നമ്മൾ മരണമുള്ള മനുഷ്യരായതുകൊണ്ട് തന്നെ ആ ഒരു കുത്തുമ്പോൾ നോവുള്ള രക്തമുള്ള ആളുകൾ, അത് ശരിക്കും ഒരു നമുക്ക് പ്രായമാകുന്ന സമയത്ത് ഞാൻ ആത്മയുടെ ആ ഒരു പ്രോജക്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു ഓൾഡ് ഏജ് ഹോമുകളുടെ ഒക്കെ തന്നെ ഒരു കടന്നുവരവും വളർച്ചയും അതിലേക്ക് ആളുകളുടെ ഷെൽട്ടർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോഴും ഞാൻ അതിനെ കുറിച്ചൊരു എൻ്റെ ഒരു ഒറിജിനൽ തോട്ട് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഈ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പോകാറുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത് ഡെത്തും ഡിസീസുമാണ്. കൂടെയുള്ളവർ വയ്യാതെയാവുന്നു, കൂടെയുള്ളവർ മരിക്കുന്നു, ഇത് ചർച്ച ചെയ്ത് കുറച്ച് ദിവസം കഴിച്ചു കൂട്ടുന്നു, അപ്പോഴേക്കും അടുത്ത ആൾ. പക്ഷെ ഇവരുടെ ഇമോഷണൽ നീഡ്സിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കില്ല. ഇപ്പം ഇവിടെ ഞങ്ങൾ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നതിന് പകരം സീനിയർ സിറ്റിസൺസ് വെൽനസ് ലിവിങ്, ഈവൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരം. ഇപ്പം നമ്മൾ കുട്ടികൾ ഓർഫണേജ് എന്ന് വിളിക്കുന്നു സാധാരണ ഇതിൽ. അങ്ങനെ അനാഥരാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഫാമിലി ഇല്ലാത്ത കുട്ടികൾ, അവർക്ക് എന്തുകൊണ്ട് ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ നമുക്ക് കൊടുത്തുകൂടാ? ആ മുത്തശ്ശനോ മുത്തശ്ശിക്കോ എന്തുകൊണ്ട് ഒരു കുട്ടിയെ മെന്റർ ചെയ്തുകൂടാ? ആ കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മളത് ഓൾഡ് ഏജ് ഹോം ആയിട്ടേ ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഇറ്റ്സ് എ ലാർജർ ഫാമിലി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സീനിയർ സിറ്റിസൺസ്. ഇവരെ നോക്കണം. ഈ കുട്ടി സ്കൂൾ വിട്ട് വന്നാൽ മുത്തശ്ശ സുഖല്ലേ, മുത്തശ്ശി സുഖല്ലേ എന്ന് ചോദിക്കണം. മുത്തശ്ശനോ മുത്തശ്ശിയോ മോനെ, ഫാമിലി കോൺസെപ്റ്റ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. എക്സാക്ട്ലി ആ സാധ്യതയാണ് നമ്മൾ അന്വേഷിക്കുക. അല്ലാണ്ട് ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങാന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉദ്ദേശമല്ല. അവരുടെ ഒരു കുടുംബത്തിൽ നിന്ന് മാറിയിട്ടല്ല, കുടുംബമായിട്ട് തന്നെ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് യോജിച്ച് അവരത് അർഹിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതെ, വളരെ നല്ല കാര്യം. അപ്പോൾ ഇനി സാധാരണ മനുഷ്യരോട് നമ്മൾ ഒരുപക്ഷെ കുറേ ഓവർ തിങ്കിങ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ കൂടെ വൈഡായിട്ട് തിങ്ക് ചെയ്യുന്ന, നന്നായിട്ട് ബ്രെയിൻ യൂസ് ചെയ്യുന്ന കുറച്ച് പേരും, അതോടൊപ്പം ഒട്ടും ബ്രെയിൻ യൂസ് ചെയ്യാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയാതെ പോകുന്ന കുറേ പേരും, എന്നാൽ ശരാശരി കുറേ പേരും ഉണ്ട്. എല്ലാവരും ചേർന്നതാണല്ലോ സർ നമ്മുടെ സമൂഹം. ഇത്രയും വിശാലമായ കാഴ്ചപ്പാടുള്ള സുരേഷ് സാറിന് ഇവരോട് ആത്മയെക്കുറിച്ച് മാത്രം നമ്മളിപ്പോൾ സംസാരിക്കുന്നു, അതോടൊപ്പം തന്നെ സാറിന് ഇവരോട് എന്താണ് നമ്മുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നതോ അതോ അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് സംസാരിക്കാൻ പറ്റും? നമ്മളോട് പലപ്പോഴും പറയും, നമ്മൾ ഏതൊരു വിഗ്രഹത്തിനെയാണോ പൂജിക്കുന്നത് ആ വിഗ്രഹത്തിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ആരാ നമ്മുടെ റോൾ മോഡൽസ്? കറക്റ്റ്. നമുക്ക് ജീവിതത്തിൽ ഇന്റഗ്രിറ്റി ഉള്ള ആളുകൾ, ജീവിതത്തിൽ നന്മയുള്ള ആളുകൾ, സ്നേഹമുള്ള ആളുകൾ, ഈ വാല്യൂസിനെ വാല്യൂ ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ നമുക്ക് അന്യം നിന്ന് പോവാണ്. ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ ഗസ്റ്റിനെ വിളിക്കുന്ന സമയത്ത് ഒരിക്കലും അത്തരത്തിലുള്ള ആളുകൾ ലിസ്റ്റിൽ പോലും വരില്ല. അവർ സോ കോൾഡ് ഫേമസ് ഓർ സോ കോൾഡ് സെലിബ്രിറ്റീസ് എന്നുള്ളത്, അത് പിന്നീട് അവരെ അറിയാവുന്ന ആളുകൾക്കാണ് ഇവരുടെ വാല്യൂ സിസ്റ്റം എന്താണെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ളതിനെ മാത്രം പൂജിക്കുകയാണെങ്കിൽ ഇപ്പം അതും കഴിഞ്ഞൊരു റിയൽ ലൈഫിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് നമ്മളുടെ റിയാലിറ്റികൾ മാറുകയാണ്. അപ്പോൾ മൊബൈലിൽ കാണുന്നത് അല്ലെങ്കിൽ വാട്സാപ്പിൽ കാണുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ, ഇതാണ് റിയാലിറ്റി എന്നുള്ള ലോകത്തിലേക്ക് നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുക. കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് അവർക്ക് വേറൊരു റിയാലിറ്റി ഉണ്ടെന്ന് പോലും തിരിച്ചറിയാൻ പറ്റും. അതൊരു ട്രാജഡി ആയിരിക്കും. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ലോകത്ത് മനുഷ്യരുൾപ്പെടെ എത്ര മനോഹരമായിട്ടുള്ള വസ്തുക്കളുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ചൊരു വെള്ളം ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് കയ്യും കാലം കഴുകാൻ, അല്ലെങ്കിൽ ഒരു പുഴയിലൊന്ന് നീന്താനായിട്ട്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കുറച്ച് നേരം നമുക്ക് നേരില്ല. അവിടെ പോയിരുന്നാലും മൊബൈൽ കയ്യിലില്ലെങ്കിൽ വി ഗെറ്റ് ബോർഡ്. ഇന്ന് ചെറിയ കുട്ടികൾ പോലും 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്താലും ബോറടിക്കുന്ന ഒരു ലോകമാണ്. അവർക്ക് ജീവിതം വളരെ പെട്ടെന്ന് മടുക്കില്ലേ? അവർക്ക് മോഡലായിട്ട് നമ്മൾ ആത്മഹത്യയെ ചിത്രീകരിക്കുന്നു, റണ്ണിങ് അവേ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതൊക്കെ അവരുടെ ഓപ്ഷൻസായിട്ട് മാറുകയാണ്. പകരം അവരുടെ മുന്നിൽ സ്നേഹമില്ല, അവരുടെ മുന്നിൽ ബന്ധങ്ങളില്ല, അവരുടെ മുമ്പിൽ മനുഷ്യർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അത് പേടിപ്പിക്കുന്നുണ്ട്. അതും നമ്മൾ തിരിച്ചു വരണം. അതുപോലെ ഇമോഷണൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് നമ്മളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുന്ന ഒരു വണ്ടിക്കാരൻ, അയാൾ എന്തായുധം കൊണ്ടാണ് ഇറങ്ങി വഴക്കൂടാൻ വേണമെന്ന് നമുക്കറിയില്ല. വീടിൻ്റെ അകത്ത് അമ്മയോ അച്ഛനോ കുട്ടിയോടെ നോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നറിയില്ല. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ നശിപ്പിക്കും. ആ ഇമോഷണൽ ബാലൻസും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ശരിയായ റിലേഷൻഷിപ്പും അത് നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, കറക്റ്റ്. എന്തായാലും ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു ജനറേഷനും എങ്ങനെ മാറണമെന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു വലിയ മാർഗനിർദ്ദേശമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആത്മ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഭാവുകങ്ങൾ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംസാരവുമായി ബന്ധപ്പെട്ട് ഹെലോ റേഡിയോയുമായിട്ട് സഹകരിച്ച ആത്മ ഡയറക്ടർ CK സുരേഷ് സാറിനോടുള്ള നന്ദി സമൂഹത്തിനും ഹെലോ റേഡിയോയ്ക്കും വേണ്ടി അറിയിക്കുകയാണ്.
മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതിലും മനോഹരമായിട്ടുള്ള ആശയങ്ങളും പ്രവൃത്തി പഥങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളുമായിട്ട് സർ. അതിനുവേണ്ടി കാത്തിരിക്കാം കാലത്തോടൊപ്പം. തീർച്ചയായും സന്തോഷം. ഹലോ റേഡിയോന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഹലോ റേഡിയോ ഉണ്ടായി വരുന്നത് വേറൊരു ഫിലോസഫിയിൽ നിന്നാണല്ലോ, ഒരു ജീവിതത്തിനോടുള്ള അല്ലെങ്കിൽ സമൂഹത്തിനുള്ള കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മുടെയും ആ ഒരു ബേസ്. അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങളിലും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഐ ഷുഡ് ഹാവ് ദറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു.